നമസ്കാരം 140 ന്യൂസിലേക്ക് സ്വാഗതം. റഷ്യ യുക്രൈൻ പോരാട്ടം കൂടുതൽ രൂക്ഷമാകുന്നു. റഷ്യ യുക്രൈൻ യുദ്ധം കൂടുതൽ വിനാശകരമായ തലങ്ങളിലേക്ക് നീങ്ങുകയാണ്. കീവിലും സമീപ പ്രദേശങ്ങളിലും റഷ്യ തുടർച്ചയായി ശക്തമായ ആക്രമണങ്ങളാണ് നടത്തുന്നത്. കീവിലെ ലോജിസ്റ്റിക് കേന്ദ്രങ്ങളും ഡ്രോൺ സൂക്ഷിച്ചിരുന്ന വെയർഹൌസുകളുമാണ് ലക്ഷ്യമിട്ടതെന്ന് റഷ്യ പറയുന്നു. എന്നാൽ നിരവധി മേഖലകളിൽ നടന്ന ആക്രമണങ്ങളിൽ 6 പേർ കൊല്ലപ്പെടുകയും 16 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സാധാരണ ജനവാസ മേഖലകളാണ് ആക്രമിക്കപ്പെടുന്നതെന്നും സാധാരണക്കാരാണ് ഇതിന്റെയൊക്കെ വലിയ ഇരകളാകുന്നതെന്നും യുക്രൈൻ ശക്തമായി ആരോപിക്കുന്നുണ്ട്. റഷ്യൻ ഭൂവിഭാഗങ്ങളിലേക്ക് യുക്രൈൻ നടത്തുന്ന ഡ്രോൺ ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് റഷ്യ ഇപ്പോൾ മിസൈൽ ആക്രമണങ്ങൾ ശക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ രാത്രി മാത്രം റഷ്യയിൽ വിവിധ പ്രദേശങ്ങളിലായി 396 യുക്രൈനിയൻ ഡ്രോണുകൾ തകർത്തതായി റഷ്യ അവകാശപ്പെടുന്നു. ഇരുപക്ഷവും ഡ്രോണുകളെ ദീർഘദൂര മിസൈലുകളെയും ആശ്രയിച്ചുള്ള തന്ത്രങ്ങൾ തുടരുന്നതിനാൽ യുദ്ധം കൂടുതൽ കടുക്കാനാണ് സാധ്യത. സൈനിക വിജയങ്ങൾക്കായുള്ള ഈ കടുത്ത പോരാട്ടത്തിൽ സമാധാനത്തിനുള്ള എല്ലാ സാധ്യതകളും വീണ്ടും അകന്നു പോവുകയാണ്. ട്രംപിന്റെ രഹസ്യയാത്ര പുറത്ത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് അതിശയിപ്പിക്കുന്ന രഹസ്യ വിവരങ്ങൾ പുറത്തുവന്നു. തുർക്കിയിൽ നടന്ന നാറ്റോ ഉച്ചകോടിക്ക് ശേഷം ഇറാന്റെ വധഭീഷണിയെ തുടർന്നാണ് ട്രംപ് തന്റെ ഔദ്യോഗിക വിമാനമായ എയർഫോഴ്സ് 1 ഒഴിവാക്കി ചെറിയ സൈനിക വിമാനത്തിൽ രഹസ്യമായി യാത്ര തിരിച്ചത്. മാധ്യമങ്ങളെയും മറ്റു കബളിപ്പിക്കാനായി വിമാനത്തിൽ ഭക്ഷണ സാധനങ്ങൾ കയറ്റുന്ന കേറ്ററിംഗ് ട്രക്കിന്റെ ഹൈഡ്രോളിക് കണ്ടെയ്നർ ഉപയോഗിച്ചാണ് ട്രംപിനെ മറ്റൊരു വിമാനത്തിലേക്ക് മാറ്റിയത്. ചെറിയ വിമാനത്തിൽ ബ്രിട്ടനിലെത്തിയ ശേഷം അദ്ദേഹം വീണ്ടും എയർഫോഴ്സ് 1 അമേരിക്കയിലേക്ക് മടങ്ങുകയായിരുന്നു. അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുന്ന ഈ അതീവ രഹസ്യ നീക്കം ലോകരാഷ്ട്രങ്ങളെ ആകെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. ഹിമാചലിൽ മണ്ണിടിച്ചിൽ, ആസാമിൽ പ്രളയത്തിൽ മരണം 101. രാജ്യത്ത് കനത്ത മഴയും പ്രകൃതി ദുരന്തങ്ങളും വലിയ തോതിൽ നാശനഷ്ടങ്ങൾ വിതയ്ക്കുകയാണ്. ഹിമാചൽ പ്രദേശിലും ആസാമിലും സ്ഥിതിഗതികൾ അതീവ ഗുരുതരമായി തുടരുന്നു. അതിശക്തമായ മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിൽ ഹിമാചലിൽ 259 റോഡുകളാണ് ഗതാഗത യോഗ്യമല്ലാതായി ഒറ്റപ്പെട്ടിരിക്കുന്നത്. റോഡുകൾ ക്ലിയർ ചെയ്യാനും രക്ഷാപ്രവർത്തനം നടത്താനുമുള്ള ശ്രമങ്ങൾ അധികൃതർ ഊർജിതമാക്കിയിട്ടുണ്ട്. ഇതിനിടയിലാണ് ആസാമിൽ നിന്ന് കൂടുതൽ ദുരിത വാർത്തകൾ പുറത്തുവരുന്നതും. ആസാമിലെ പ്രളയക്കെടുതിയിൽ മരിച്ചവരുടെ ഔദ്യോഗിക കണക്കുകൾ ഇതിനോടകം 101 ഉയർന്നു. 10 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന വെള്ളപ്പൊക്കത്തിൽ 1.5 ലക്ഷത്തോളം ആളുകളാണ് ദുരിതത്തിലായിരിക്കുന്നത്. വീടുകളും കൃഷിയിടങ്ങളും വെള്ളത്തിനടിയിലായതോടെ സാധാരണക്കാരുടെ ജീവിതം പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുകയാണ്. ഒറ്റപ്പെട്ടവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. കാലാവസ്ഥ വീണ്ടും വഷളാകുന്നതിനാൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ സർക്കാരിനെ വിറപ്പിക്കാൻ പുതിയ യുവജന സംഘടനയുമായി വിദ്യാർത്ഥികൾ. ഉത്തർപ്രദേശിൽ രൂക്ഷമായ തൊഴിലില്ലായ്മയ്ക്കും തുടർച്ചയായ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കുമെതിരെ വിദ്യാർത്ഥി സമൂഹം ശക്തമായ പ്രതിഷേധത്തിനൊരുങ്ങുന്നു. ഇതിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്കായി ജസ്റ്റിസ് മോർച്ച എന്ന പുതിയ കൂട്ടായ്മ ലക്നൌവിൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഒഴിഞ്ഞുകിടക്കുന്ന സർക്കാർ തസ്തികകൾ നികത്തുക, മത്സര പരീക്ഷകളുടെ ഔദ്യോഗിക കലണ്ടർ പ്രസിദ്ധീകരിക്കുക തുടങ്ങിയ നിർണായക ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാർത്ഥികളെ ഒന്നിപ്പിക്കുന്നതിനായി ബുധനാഴ്ച മുതൽ സംസ്ഥാന വ്യാപകമായ ക്യാമ്പയിനുകൾ ആരംഭിക്കും. ഇതിന്റെ ഭാഗമായി വരുന്ന ഓഗസ്റ്റ് 20 ഗോരഖ്പൂരിലെ ചൗരി ചൗരയിൽ നിന്ന് ആരംഭിച്ച് ഒക്ടോബർ 2 ലക്നൌവിൽ സമാപിക്കുന്ന വലിയൊരു സൈക്കിൾ മാർച്ച് സംഘടിപ്പിക്കും. അടുത്ത 50 ദിവസത്തിനുള്ളിൽ സംസ്ഥാനത്തെ കോളേജുകളും കോച്ചിംഗ് സെന്ററുകളും നേരിട്ട് സന്ദർശിക്കാനാണ് പദ്ധതി. ചോദ്യപേപ്പർ ചോർച്ചാ സമരത്തിൽ പങ്കെടുത്തവർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കുക, കരാർവൽക്കരണം ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും മോർച്ച മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒക്ടോബർ 2 സർക്കാർ ഈ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരങ്ങളുമായി തെരുവിലിറങ്ങുമെന്ന് ഭാരവാഹികൾ കടുത്ത മുന്നറിയിപ്പ് നൽകി. സർക്കാരിനെതിരെയുള്ള കേസിന് സർവകലാശാലകളിൽ നിന്നും ഫീസ് വാങ്ങി ഗവർണർ. വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ സുപ്രീം കോടതിയിൽ നടത്തിയ നിയമ പോരാട്ടങ്ങളുടെ വക്കീൽ ഫീസ് സർവകലാശാലകളിൽ നിന്ന് ഈടാക്കി ഗവർണർ അസാധാരണ നടപടി സ്വീകരിച്ചു. സാങ്കേതിക സർവകലാശാല, ഡിജിറ്റൽ സർവകലാശാല എന്നിവിടങ്ങളിലെ VC നിയമന കേസുകളുടെ നടത്തിപ്പിനായി 11 ലക്ഷം രൂപ ലോക്ഭവൻ ആവശ്യപ്പെട്ടത്. ഗവർണർക്കായി സുപ്രീം കോടതിയിൽ ഹാജരായ അറ്റോർണി ജനറലും മറ്റ് അഭിഭാഷകരുമുള്ള ഫീസിനായാണ് ഈ തുക ഈടാക്കിയത്. തുടർന്ന് ഇരു സർവകലാശാലകളും പകുതി തുകയായ 5.5 ലക്ഷം രൂപ വീതം വക്കീൽ ഫീസായി അടച്ചു നൽകുകയും ചെയ്തു. സാധാരണയായി ഗവർണർക്ക് വേണ്ടിയുള്ള ഇത്തരം നിയമപരമായ ചെലവുകൾ സർക്കാർ ഖജനാവിൽ നിന്നാണ് അനുവദിക്കാറുള്ളത്.
എന്നാൽ സർക്കാരുമായി മറ്റൊരു പുതിയ ഏറ്റുമുട്ടൽ ഒഴിവാക്കാനാണ് ചാൻസലർ എന്ന നിലയിൽ ഗവർണർ സർവകലാശാലകളിൽ നിന്ന് തന്നെ തുക ഈടാക്കിയതെന്നാണ് വിവരം. 2024 സർക്കാരുമായി കൂടിയാലോചിക്കാതെ ഇരു സർവകലാശാലകളിലും താൽക്കാലിക വിസിമാരെ നിയമിച്ചതായി ബന്ധപ്പെട്ടാണ് ഈ കേസുകൾ ഉണ്ടായത്. പിന്നീട് കോടതി ഇടപെടലുകളെയും അനുരഞ്ജനങ്ങളെയും തുടർന്ന് കഴിഞ്ഞ ഡിസംബറോടെ ഇരു സർവകലാശാലകളിലെ സ്ഥിരം വിസിമാർ ചുമതലയേൽക്കുകയുണ്ടായി. സംസ്ഥാനത്തുടനീളം ഭക്തിനിർഭരമായ പിതൃതർപ്പണം പുരോഗമിക്കുന്നു. മരിച്ചവരുടെ ആത്മശാന്തിക്കായി വിശ്വാസികൾ ഇന്ന് ഭക്തിനിർഭരമായി കർക്കിടകവാവ് ബലിതർപ്പണം അർപ്പിക്കുന്നു. വർക്കല പാപനാശം, തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം, ആലുവ, മണപ്പുറം തുടങ്ങിയ സംസ്ഥാനത്തെ വിവിധ കടപ്പുറങ്ങളിൽ, നദീതീരങ്ങളിലും പ്രധാന ക്ഷേത്രങ്ങളിലും പുലർച്ചെ മുതൽ തന്നെ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. ദൂരസ്ഥലങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള ഭക്തരുടെ വലിയ തിരക്കാണ് വിവിധ കേന്ദ്രങ്ങളിൽ അനുഭവപ്പെടുന്നത്. ഉച്ചവരെ ബലിതർപ്പണ കർമ്മങ്ങൾ തുടർന്ന് നടക്കും. ഭക്തരുടെ വൻ തിരക്ക് കണക്കിലെടുത്ത് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാന സ്ഥലങ്ങളിൽ കനത്ത പോലീസ് സുരക്ഷയും ഗതാഗത നിയന്ത്രണങ്ങളും നടപ്പിലാക്കിയിട്ടുണ്ട്. അപകടങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കാനായി ഫയർഫോഴ്സ്, മുങ്ങൽ വിദഗ്ധർ, തീരങ്ങളിൽ ലൈഫ് ഗാർഡുകൾ എന്നിവരുടെ സേവകരും ഉറപ്പാക്കിയിട്ടുണ്ട്. കൂടാതെ ഭക്തരുടെ യാത്രാ സൗകര്യത്തിനായി പ്രധാന സ്ഥലങ്ങളിലേക്ക് KSRTC പ്രത്യേക സർവീസുകളും നടത്തുന്നുണ്ട്. പ്രധാന ക്ഷേത്രങ്ങൾക്ക് പുറമെ നാട്ടിൻപുറത്തെ ആറുകളിലും കുളങ്ങളിലും വീടുകളിലും ഒട്ടേറെ ആളുകൾ ബലിതർപ്പണം നടത്തുന്നുമുണ്ട്. വീടുകളിൽ ഉച്ചയ്ക്ക് തയ്യാറാക്കുന്ന സദ്യ കഴിക്കുന്നതോടെ വർഷത്തെ വാവുബലി ചടങ്ങുകൾ പൂർണ്ണതയിലെത്തും. കാൽനട യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കർമ്മ പദ്ധതി. സംസ്ഥാനത്തെ റോഡുകളിൽ കാൽനടയാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി പ്രത്യേക കർമ്മ പദ്ധതി നടപ്പിലാക്കുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി റോഡുകളിലെ സീബ്ര ലൈനുകളുടെ വീതി അടിയന്തരമായി വർദ്ധിപ്പിക്കും. മൾട്ടിനൈൽ ട്രാഫിക്കുകളുടെ പ്രധാന പാതകളിൽ കാൽനടയാത്രക്കായി പെഡസ്ട്രിയൻ ക്രോസിംഗ് റെസ്ക്യൂ സ്പോട്ടുകളും സജ്ജീകരിക്കും. തിരുവനന്തപുരം, കിഴക്കേക്കോട്ട, സ്റ്റാച്യു എന്നിവിടങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്ന ഈ പദ്ധതി ഫലപ്രാപ്തി വിലയിരുത്തിയ ശേഷം സംസ്ഥാനത്തുടനീളം വ്യാപിപ്പിക്കാനാണ് തീരുമാനം. നാറ്റ്പാക് തയ്യാറാക്കുന്ന എസ്റ്റിമേറ്റിന്റെ അടിസ്ഥാനത്തിൽ റോഡ് സുരക്ഷാ അതോറിറ്റിയുടെ ഫണ്ട് വിനിയോഗിച്ചായിരിക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഓണക്കാലത്ത് ഗാർഹിക പാചക വിതരണത്തിനുള്ള ബുക്കിംഗ് കാത്തിരിപ്പ് കാലയളവ് കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി അനൂപ് ജേക്കബ് കേന്ദ്ര സർക്കാരിന് കത്തയച്ചു. കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിക്കാണ് കത്തയച്ചത്. നിലവിൽ ഗ്രാമപ്രദേശങ്ങളിൽ 45 ദിവസവും നഗരങ്ങളിൽ 25 ദിവസവുമാണ് ബുക്കിംഗ് കാത്തിരിപ്പ് കാലയളവ്. ഓണക്കാലത്ത് പാചകവാതക ഉപയോഗം വർദ്ധിക്കുമെന്നതിനാൽ ഈ നിയന്ത്രണങ്ങൾ സാധാരണ കുടുംബങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. അതിനാൽ ഉത്സവകാലത്ത് പാചകവാതക ക്ഷാമം ഒഴിവാക്കാൻ ഗ്യാസ് റീഫിൽ ബുക്കിങ്ങിനുള്ള നിയന്ത്രണങ്ങൾ ഉടനടി പിൻവലിക്കണമെന്നാണ് സംസ്ഥാനത്തിന്റെ ആവശ്യം. അഗസ്റ്റിൻ സഹോദരങ്ങൾ ഒടുവിൽ കോടതിയിൽ കീഴടങ്ങി. കേരളത്തിലേറെ കോലാഹലങ്ങൾ സൃഷ്ടിച്ച മുട്ടിൽ മനമുറി തട്ടിപ്പ് കേസിൽ പ്രതികളായ അഗസ്റ്റിൻ സഹോദരങ്ങൾ കോടതിയിൽ കീഴടങ്ങി. ജാമ്യമില്ലാ വാറന്റ് നിലനിൽക്കുന്നതിനാൽ രണ്ടാം പ്രതി ജോസുകുട്ടി അഗസ്റ്റിനും മൂന്നാം പ്രതി ആന്റോ അഗസ്റ്റിനും ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതിയിൽ നേരിട്ടെത്തി ഹാജരാവുകയായിരുന്നു. കോടതി ഇവരുടെ വാറന്റ് പിൻവലിക്കുകയും തുടർന്ന് ജാമ്യം അനുവദിക്കുകയും ചെയ്തു. ഒന്നാം പ്രതി റോജി അഗസ്റ്റിന്റെ ഹർജി കോടതി പിന്നീട് പരിഗണിക്കാൻ മാറ്റിയിട്ടുണ്ട്. വയനാട്ടിൽ നിന്ന് അനധികൃതമായി മുറിച്ചു കടത്തിയ കള്ളത്തടി രേഖാമൂലമുള്ളതാണെന്ന് വിശ്വസിപ്പിച്ച് വ്യാപാരിക്ക് നൽകി 1.40 കോടി രൂപ തട്ടിയെടുത്തെന്നാണ് ഇവർക്കെതിരെയുള്ള പ്രധാന കേസ്. ഏകദേശം 8 കോടി രൂപ വിലമതിക്കുന്ന മരങ്ങളാണ് ഈ രീതിയിൽ സംഘം അനധികൃതമായി കടത്തിയതെന്നാണ് ഔദ്യോഗികമായ അന്വേഷണത്തിലെ കണ്ടെത്തൽ. സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി P ജയരാജൻ. MDMA കേസിൽ പിടിയിലായ മുഹമ്മദ് ഹുസൈനും മുഖ്യമന്ത്രി VD സതീശനും ഒപ്പമുള്ള ചിത്രങ്ങൾ പുറത്തു വന്നതോടെ UDF സർക്കാർ പ്രതിരോധത്തിലായി. അറസ്റ്റിനെ തുടർന്ന് പ്രതിയെ യൂത്ത് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. എന്നാൽ ഈ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുന്നതായി ആക്ഷേപം ഉയർന്നിട്ടുമുണ്ട്. വാർത്തകൾ നീക്കാൻ മെറ്റയോട് ആരാണ് ആവശ്യപ്പെട്ടതെന്നും ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും വ്യക്തമാക്കണമെന്ന് CPM നേതാവ് P ജയരാജൻ ആവശ്യപ്പെട്ടു. അധികാര കേന്ദ്രങ്ങളും മയക്കുമരുന്ന് കടത്ത് സംഘങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആവശ്യപ്പെട്ടു.